അച്ചായൻ ഗോൾഡ് ജ്വല്ലറി ഉടമ ടോണി അച്ചായനോട് 2 വാക്ക്. നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. അതായത് ഇപ്പം ടോണി അച്ചായൻ 40ാമത്തെ കടയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. 40ാമത്തെ വീട് എടുത്ത് ആൾക്കാർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. 40ാമത്തെ വീട് പണി പൂർത്തിയായിട്ട് അത് ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ലയുടെ വിഷയം. 31ാമത്തെ വീടെടുത്ത് 31ാമത്തെ വീടെടുത്തതിൻ്റെ പുറത്ത് ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നമൊന്നുമല്ല, അനാവശ്യമായിട്ടൊരു പ്രശ്നമാക്കിയതാണ്. ഒരു യൂട്യൂബർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 31ാമത്തെ വീട് ടോണി അച്ചായൻ കൊടുത്തത് പഞ്ചായത്ത് വക അയാൾക്ക് എന്താ പറയുക 4 ലക്ഷം അനുവദിച്ചു കൊടുത്തിട്ട് അത് വെച്ച് അയാൾ വീടാക്കിയതാണ്. ടോണി അച്ചായൻ്റെ സഹായത്താലല്ല ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു അലിഗേഷൻ. ആ ഒരു യൂട്യൂബിൽ ആ ഒരു ഇത് വന്നതിന് ശേഷം ടോണി അച്ചായൻ ഭയങ്കര പരിഭ്രാന്തിയിലുള്ളത്. ഒരുപാട് വീഡിയോസ് ഇടുന്നു. മീൻസ് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഞാനങ്ങനെ മറ്റുള്ളവരുടെ പൈസ തട്ടിപ്പാക്കിയിട്ടില്ല, ഞാൻ ചെയ്യാതെ പറയുമോ, ഞാൻ ചെയ്യാതെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷൻസ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകമെമ്പാടുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മലയാളികൾ തന്നെയാണ്. അവർക്കൊക്കെ പണ്ടത്തെ പോലെയല്ല ഇപ്പം 95% ആൾക്കാരും ആരെങ്കിലും പറയുന്നതായിട്ട് തുള്ളുന്ന വ്യക്തികളൊന്നുമല്ല. ഇതെല്ലാം കണ്ട് വരുന്നവരാണ്. അപ്പോൾ അവരവരുടെ അഭിപ്രായം, അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം. കാരണം ഇത്രയും, അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിലൊരു പൈസ വരുമ്പം അത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ചിന്താഗതിയുള്ളത് ഒരു വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ ഒരു വ്യക്തിയാണ് ടോണി അച്ചായൻ. അപ്പോൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴി ഒരാളിങ്ങനെ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനാണ് നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് വിറളി പിടിച്ച് ഓടി ടെൻഷൻ അടിച്ച് വെറുതെ പ്രഷർ കയറ്റി അവനെൻ്റെ ആരോഗ്യം കളയേണ്ട ആവശ്യം എന്താണ്? കാരണം നമുക്കെല്ലാം അറിയും, നമ്മളെല്ലാം ഇത് കാണുന്നതല്ലേ, നിങ്ങളാണ് സഹായം ചെയ്ത് നമുക്കെല്ലാം മനസ്സിലായ കാര്യമല്ലേ. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരാൾ പറയുന്നതായിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളാണ്. പൈസ ഉള്ള എല്ലാവരും അത് ചെയ്യുന്നൊന്നുമില്ല. അപ്പം തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ 1 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ പോലും അതൊരു വലിയ പുണ്യകർമ്മമാണ്. 1 രൂപ കൊടുത്താൽ മതി, 1 രൂപ. അതുപോലും ചെയ്യാത്ത ആൾക്കാർ യൂട്യൂബിൽ ഷോർട്സെല്ലാം ഇട്ട് പിന്നെ അവരവരെ പോക്കറ്റ് നിറക്കാൻ നോക്കുമ്പോൾ അത് നോക്കിയിട്ടും കണ്ടിട്ടും ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയി ഇതിനെ നേരം ഉണ്ടാവുള്ളൂ. എന്തിനാ ഇതൊക്കെ നോക്കാൻ ആവശ്യം എന്താണ്? ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെല്ലാ ജനങ്ങൾക്കും അറിയുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിച്ച് BP കയറ്റി വെറുതെ അനാവശ്യമായ ചിന്തകൾ വഴി വേണ്ടാത്ത രീതിയിലേക്കൊന്നും പോകണ്ട നിങ്ങൾ. അപ്പോൾ നമുക്കൊക്കെ അറിയാം നിങ്ങൾ സിൻസിയറായി ചെയ്യുന്ന ആളാണ്. ഇനിയും തുടർന്ന് ചെയ്യുക. ജനങ്ങൾക്കൊരു ഉപകാരമാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ട്.